ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൃഷ്ണൻ്റെ ഒരു ചെറിയ കഥ പറയാനാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. കൃഷ്ണനും ഒരു പഴ കച്ചവടക്കാരിയും. അങ്ങ് അമ്പാടിയിലാണ് കഥ നടക്കുന്നത്. എല്ലാ വീടുകളിലും കയറി നമ്മുടെ ഉണ്ണിക്കണ്ണൻ വെണ്ണ കട്ട് തിന്നിട്ടും കുസൃതികൾ കാണിച്ചും നടക്കുന്നൊരു കാലം. അമ്പാടിയിലുള്ള എല്ലാവർക്കും നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അമ്പാടിയിലുള്ള ഒരു ഇടവഴിയിലൂടെ ഒരു സാധു സ്ത്രീ, ദരിദ്രയായ ഒരു സ്ത്രീ കുട്ട നിറയെ പഴങ്ങളുമായി വരുന്നൊരു സമയം. പഴങ്ങൾ വേണോ, പഴുത്ത പഴങ്ങൾ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. കച്ചവടം ഒന്നും നടക്കാത്ത കാരണം ആ മുഖത്ത് ഒരുപാട് സങ്കടവും ക്ഷീണവും ഉണ്ടായിരുന്നു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഈ പഴം വേണോ എന്നുള്ള വിളി കേട്ട് നോക്കിയപ്പോൾ കുട്ട നിറയെ പഴുത്ത പഴങ്ങളാണ്. ഇത് കണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണന് ഒരുപാട് കൊതിയായി തിന്നാൻ വേണ്ടിയിട്ട്. അക്കാലത്ത് അമ്പാടിയിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പൈസയായിട്ടല്ല, നെല്ലോ ഗോതമ്പോ മറ്റു സാധനങ്ങളൊക്കെ ആയിട്ടാണ് കൊടുത്ത് മേടിക്കുക. അപ്പം അത് നമ്മുടെ അമ്പാടിക്കറിയാം. അപ്പോൾ കണ്ണ ഒന്നും നോക്കിയില്ല, നേരെ വീടിൻ്റെ അകത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് കൊട്ടയിലുള്ള ഒരു പിടി നെല്ല് വാരി, കുസൃതിയാണല്ലോ, നെല്ല് വാരി അതും കൈ പിടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ചെറിയ കുഞ്ഞ് കൈകളല്ലേ, അതിൽ നിന്ന് പകുതി മുക്കാലും നിലത്ത് പോയി. നമ്മുടെ ദരിദ്രയായ സ്ത്രീ, അതായത് ഈ പഴങ്ങൾ വിൽക്കാനുള്ള ആ സ്ത്രീയുടെ അടുത്തെത്തിയപ്പോഴേക്കും ആകെ 3-4 നെൽമണികൾ മാത്രമായി കണ്ണൻ്റെ കൈകളിൽ. അങ്ങനെ കണ്ണൻ ആ ചെറിയ കൈ നീട്ടി അതിൽ കുറച്ച് ഒരു 3-4 നെൽമണിയുള്ളൂ, അത് കൊടുത്തിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് ഈ നെൽമണിക്കുള്ള കുറച്ച് മാമ്പഴം തരുമോ എന്ന് ചോദിച്ചു. ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് നോക്കിയതും വിരിഞ്ഞു നിൽക്കുന്ന താമര പോലെ, കൂടാതെ തന്നെ കണ്ണുകൾ തിളങ്ങുന്നതുമായിട്ടാണ് ആ അമ്മയ്ക്ക് തോന്നിയത്. നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ ആ നെൽമണിയുടെ കുറവോ തൻ്റെ ദാരിദ്ര്യമോ ഒന്നും നോക്കാതെ തന്നെ ആ ഉള്ള നെൽമണി വാങ്ങിച്ചുകൊണ്ട് മടിയിൽ വെച്ചിട്ട് അതിലത്തെ നല്ല മാങ്ങകൾ എല്ലാം കൂടി എടുത്ത് കണ്ണൻ്റെ മുന്നിൽ മടിയിലേക്ക് സമർപ്പിച്ചു, നിറഞ്ഞ മനസ്സോടെ തന്നെ. കണ്ണൻ കിട്ടിയതും നന്നായി അകത്താക്കി. മതിയാകോളം തിന്ന് മൂപ്പരകത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടി. ഈ ഒഴിഞ്ഞ കുട്ടയുമായി സ്ത്രീ തലയിൽ വെച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ വീട്ടിലെത്തി ആ ഒഴിഞ്ഞ ആ മുളംകുട്ട നിലത്ത് വെച്ചപ്പോൾ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. ആ കാലിയായിരിക്കുന്ന ആ മുളംകുട്ടയിൽ നിറയെ തങ്കക്കാശുകളും നവരത്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒരു കുട്ട നിറയെ പഴങ്ങൾ നമ്മുടെ ഭഗവാൻ ഉണ്ണികൃഷ്ണന് കൊടുത്തപ്പോൾ ഭഗവാൻ പകരമായി കൊടുത്തത് അവരുടെ ദാരിദ്ര്യം പൂർണ്ണമായി അകറ്റി അനുഗ്രഹിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഭഗവാന് വലിയ സ്വർണമോ പണമോ ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. തൻ്റെ ദാരിദ്ര്യത്തിനിടയിലും ആ കുഞ്ഞിന് സ്നേഹത്തോടെ ആ സ്ത്രീ കൊടുത്തു പഴങ്ങൾ. അത് മനഃശുദ്ധിയോട് കൂടിയിട്ടാണ് കൊടുത്തത്. നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ വിലയല്ല ഭഗവാൻ നോക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നന്മ ഭഗവാൻ 100 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
അങ്ങനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു കഥയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.